ഒരു ഓട്ടുമണിയുണ്ട്. അത് ഞാൻ എൻ്റെ ഓഫീസിലെ അവിടുത്തെ ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന സാധനമാണ്. അത് ഞാൻ കളയാതെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കുഞ്ഞു ഓട്ടുമണി. ഈ ഓട്ടുമണിക്ക് ഭയങ്കര രസമുള്ളൊരു കഥയുണ്ട്, അതുകൂടി പറയാം. ഞങ്ങളുടെ ഓഫീസിൽ ധാരാളം വർക്കേഴ്സൊക്കെ ഉള്ളതാണ്. ഞങ്ങളുടെ സീനിയർ വർക്കേഴ്സിൽ ഒരാൾ ഭയങ്കരമായിട്ട് കത്തി വെക്കുന്ന ആളാണ്. വെറുതെ വന്ന് ബെഡായി പറയും. അപ്പോൾ ഇത് കേട്ടിരിക്കുന്ന ആൾക്കാർ പറയും എന്തൊരു കത്തിയാണെന്ന് പറഞ്ഞിട്ടേ. ഒരു പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്ന ഒരാൾ ഈ മണി മേടിച്ചുകൊണ്ട് വന്നിട്ട്, പുള്ളിയുടെ പേര് സാമെന്നാണ്, സാമച്ചാൻ, എപ്പോഴും കാണാവുന്ന ആളാണ്. അപ്പോൾ പറയും സാമച്ചാൻ ബെഡായി പറയുമ്പോൾ സാറൊരു കാര്യം ചെയ്യണം, ഈ മണി ഒന്ന് അടിക്കണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഈ മണി അവിടെ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ സാമച്ചാൻ ഇടയ്ക്കിടയ്ക്ക് ബെഡായി പറയുമ്പോൾ ഞാൻ ഈ ഓഫീസ് റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒന്ന് അടിക്കുക. അപ്പോൾ ഇത് ബെഡായി ആണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഇതാണ് നമ്മൾ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ പലതരത്തിലുള്ള നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഈ സാധനങ്ങളെ നമ്മൾ ഒരു കൃതിയിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഓരോ കഥാസന്ദർഭങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അനേകം ഇടങ്ങളിൽ നിന്നാണ് നമ്മളതിനെ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ അത് വായിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലൂടെ നിങ്ങൾ കണ്ടിട്ടുള്ള ബുദ്ധനോ, നിങ്ങൾ കണ്ടിട്ടുള്ള പേജറോ, നിങ്ങൾ കണ്ടിട്ടുള്ള ഓട്ടുമണിയോ ഒക്കെയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു എഴുത്തുകാരന് ഇത്തരം ചില കാര്യങ്ങൾ ബേസിക്കലി കിട്ടുമ്പോൾ നിങ്ങളത് മാറുകയും ഒരു വായനക്കാരൻ ഇതെങ്ങനെയാണ് വിഭാവനം ചെയ്തതെന്നൊരു പക്ഷേ നിങ്ങൾക്കത് പറയാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്.